അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് കടല സലാഡ് ഉണ്ടാക്കി നോക്കിയാലോ. നല്ല അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഭക്ഷണത്തിൻ്റെ പകരം രാത്രിയൊക്കെ ഫുഡ് കഴിക്കുന്നതിന് പകരം നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു സലാഡും കൂടിയാണ് കേട്ടോ. നല്ല ഹെൽത്തി ഫുഡും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്ന മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ഇവിടെ കടല കുതിർക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ലേശം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്നും അങ്ങോട്ട് കുതിർക്കാൻ വെക്കണം. ഇത് ഞാനിതാ ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. കണ്ടി നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ലേശം വെള്ളമുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം കേട്ടോ. വെള്ളം ഒട്ടും പാടില്ല, നമുക്ക് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കണ്ടില്ല, ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളതാണ്. ക്യാരറ്റ് കട്ട് ചെയ്തത്, കക്കേരിക്ക കട്ട് ചെയ്തത്, ക്യാപ്സിക്കം കട്ട് ചെയ്തത്, വലിയ ഉള്ളി കട്ട് ചെയ്തത് കേട്ടോ. ഇതെല്ലാം നമുക്കിനി സലാഡ്ക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇനി നമുക്ക് ഈ കടല ഒന്ന് ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. ചൂടൊക്കെ ഒന്ന് ആറിയ ശേഷം, ചെറുതായിട്ട് ചൂടുണ്ട്, ചൂടൊക്കെ ആറിയതിന് ശേഷം ഒന്ന് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ ഇത് ചേർക്കുക കേട്ടോ. ഏത് വെജിറ്റബിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് തിന്നാൻ പറ്റുന്ന ഏത് വെജിറ്റബിൾ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതാ നമ്മൾ ചെറുനാരങ്ങ ഉണ്ടല്ലോ, അത് 2 ചെറുനാരങ്ങ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് പുളിക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പുളി കുറവാണോ ഒക്കെ ഈ ടൈമിൽ നോക്കണം കേട്ടോ. പുളി കുറവാണോ ഉപ്പ് കുറവാണോ എന്നുള്ളതൊക്കെ ഒന്ന് ഈ ടൈമിൽ നോക്കണം. കൈ വെച്ചിട്ട് നല്ല ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഉപ്പും പുളിയൊക്കെ എല്ലാ കടലയിലും സലാഡുമിലൊക്കെ നല്ല ആവണ രീതിയിൽ നല്ല ഒന്നങ്ങാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ടൈമിൽ പുളി ഉപ്പൊക്കെ നോക്കണം, അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്ര സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. സിമ്പിളാണ്, ഒരു ഹെൽത്തി ഫുഡും കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കാനും നമുക്ക് ചോറിൻ്റെ കൂടെ ചോറ് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇത് കഴിച്ചിട്ട് നമുക്ക് രാത്രിയൊക്കെ ഫുഡ് കഴിക്കാത്തവരാണ്. അപ്പോൾ അവർക്കൊക്കെ ഈ സലാഡ് ഉണ്ടാക്കി കഴിച്ച് കൊടുക്കാൻ നല്ല അടിപൊളിയായിട്ട് നല്ല ഹെൽത്തി ഫുഡും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ വിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.